بسم الله الرحمن الرحيم الحمد لله اللهم صل على محمد وعلى آله وصحبه أجمعين أما بعد ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സൂറത്ത് അൽ കൗസർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന് തുടങ്ങുന്ന സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ചെറിയ സൂറത്താണത്. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്, എന്നാൽ വലിയ ആശയ സമ്പുഷ്ടമായ സൂറത്ത് കൂടിയാണ്. അതിൻ്റെ ആശയവും ഉദ്ദേശങ്ങളും നമുക്ക് ചിലതൊക്കെ ചർച്ച ചെയ്യാം. ഈ സൂറത്ത് ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. അതിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് ചില ആളുകൾ, മക്കയിലെ അവിശ്വാസികളും അതുപോലെ ജൂതന്മാരും ഒക്കെ ഒരിക്കൽ പറയുകയുണ്ടായി. ആസിമുന് വായിൽ എന്ന് പറയുന്ന ഒരു മുശ്രിക്കുണ്ടായിരുന്നു. അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോൾ അയാൾ പറയും, ദഊഹു ഫഇന്നഹു റജുലുൻ അബ്തറു ലാ അഖ്ബല. എന്ത് മുഹമ്മദിനെ മാറ്റി നിർത്തി? ഈ മുഹമ്മദ്, ആ ആൺമക്കള് ജീവിച്ചിരിപ്പില്ല, അവരൊക്കെ ചെറുപ്പത്തിലെ മരിച്ചുപോയി. നബി തങ്ങളുടെ ആൺമക്കള് ഖാസിം എന്ന ആദ്യത്തെ മകനും ഇബ്രാഹിം എന്ന മകൻ വേറെ ഉണ്ടായിരുന്നു, അബ്ദുള്ള എന്ന മകനുണ്ടായിരുന്നു. അവരൊക്കെ മരണപ്പെട്ടു ചെറുപ്പത്തിൽ തന്നെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇയാൾ പറയാണ്, മുഹമ്മദ് നബി അയാളിന് നിലനിൽക്കുന്ന മതമല്ല മുഹമ്മദ് നബി ഈ പ്രചരിപ്പിക്കുന്ന മതം. അദ്ദേഹത്തിന് ആൺമക്കളില്ലാത്തത് കൊണ്ട് തന്നെ അത് നിലനിർത്താൻ ആളുണ്ടാവുകയില്ല, അതിനെ കൊണ്ടുപോകാൻ, തുടർന്ന് കൊണ്ടുപോകാൻ ആളുണ്ടാകൂല, അതൊക്കെ ഇപ്പൊ പെട്ടെന്ന് നശിക്കും. നമ്മൾ അയാളെ പിന്നു കൂടിയിട്ട് അത് ഉയരുമെന്നൊന്നും പേടിക്കേണ്ടതില്ല. ദഊഹു ഫഇന്നഹു റജുലുൻ അബ്തറു. ഇയാള് വാലറ്റ ആളാണ്, ആൺമക്കളില്ലാത്ത ആളാണ്, ഇയാളുടെ പ്രസ്ഥാനവും വാലറ്റുപോകും. ലാ അഖ്ബലഹു, ഇയാൾക്ക് പിൻഗാമികൾ ഉണ്ടാവുകയില്ല. ഫൈദാ ഹലക ഇൻഖതാ ദിക്റുഹു, ഇയാൾ മരണപ്പെട്ടു കഴിഞ്ഞാല് ഇയാളുടെ സ്മരണയൊക്കെ മുറിഞ്ഞു പോകും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചപ്പോൾ ഈ 3 ആയത്ത് അടങ്ങുന്ന ഈ സൂറത്തിലൂടെ, ബിസ്മി അടക്കം 4 ആയത്ത് ഏതായിരിക്കട്ടെ, ഈ സൂറത്തിലൂടെ അള്ളാഹു ശക്തമായ മറുപടിയാണ് പറയുന്നത്. ആ ആയത്തിന്റെ അർത്ഥം, ആ സൂറത്തിന്റെ അർത്ഥം നമുക്ക് പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സർവ അനുഗ്രഹങ്ങളും ചൊരിയുന്ന അള്ളാഹുവിന്റെ നാമം കൊണ്ട്. അർ റഹീം, പ്രത്യേകമായ അനുഗ്രഹം നൽകുന്നവനുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട്. ഇന്നാ അഅ്തൈനാകൽ കൗസർ. അള്ളാഹു വളരെ ശക്തിയായി തീർച്ചപ്പെടുത്തി പറയുകയാണ്. ഇന്നാ, തീർച്ചയായും നാം, അഅ്തൈനാക, അങ്ങേക്ക് തന്നു, അൽ കൗസർ, ഹൗലുൽ കൗസർ അടക്കം ധാരാളം നന്മകൾ തന്നു. കൗസർ എന്ന് പറഞ്ഞാൽ ഹൗലുൽ കൗസർ എന്ന് പറയാം. ധാരാളം നന്മകൾ, അൽ ഖൈറുൽ കസീർ, ധാരാളം നന്മകൾ എന്ന അർത്ഥത്തിനും കൗസർ എന്ന് പറയാം. ഇവിടെ രണ്ടും ഉദ്ദേശമാണ്. ഹൗലുൽ കൗസർ അടക്കം ധാരാളം നന്മകൾ അങ്ങേക്ക് തന്നു. തീർച്ചയായും അങ്ങേക്ക് എത്രയെത്ര നന്മകളാണ് തന്നത്. ഈ കൗസറിന്റെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകൾ, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന സന്താന പരമ്പരകളും ഉൾപ്പെടുന്നതാണ്. അവിടുത്തെ സന്താന പരമ്പര നിലനിൽക്കുന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയിലൂടെയാണ്. ഫാത്തിമ ബീവിയുടെ മക്കൾ, അവരിലൂടെ ഖിയാമത്ത് നാൾ വരെ പടർന്ന് പന്തലിച്ച അഹ്ലുബൈത്ത്, ആ അഹ്ലുബൈത്തും അൽ കൗസറിൽ ഉൾപ്പെടും. അഹ്ലുബൈത്തിനെ നാം ധാരാളം ബഹുമാനിക്കണം, ആദരിക്കണം. ചെറിയ കുട്ടികളാണെങ്കിൽ പോലും നാം അവരെ സംബോധനം ചെയ്യുമ്പോൾ ആദരവോടെയും ബഹുമാനത്തോടെയും സംബോധനം ചെയ്യണം. നിസ്സാരപ്പെടുത്താനോ മോശമാക്കാനോ പാടില്ല, അത് ആരായാലും എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഉർഖുബു, നിങ്ങൾ നിങ്ങൾ കരുതുക, നിങ്ങൾ പരിഗണിക്കണം എന്നെ എന്റെ മക്കളിലൂടെ, എന്റെ അഹ്ലുബൈത്തിലൂടെ എന്ന് പറഞ്ഞതായി കാണാം. അതുപോലെ അഹ്ലുബൈത്തിനെ ബഹുമാനിച്ചാൽ വലിയ മഹത്വമാണ്, അത് മുത്തുനബിയോടുള്ള സ്നേഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നത് മുത്തുനബിയാണല്ലോ. മുത്തുനബിയുടെ മക്കളെ നാം നിസ്സാരപ്പെടുത്തിയാൽ അത് മുത്തുനബിക്ക് വേദനയാണ്. മുത്തുനബിയെ അഹ്ലുബൈത്തിനെ നാം ആദരിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം, പരിഗണിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലുബൈത്തി കസഫീനത്തി നൂഹിൻ, അഹ്ലുബൈത്ത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും നീ എന്ന വിളി പാടില്ല, മറിച്ച് നിങ്ങൾ എന്ന വിളി അവരോട് നമ്മൾ ചെയ്യണം. അവർ എഴുതുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, അവരെ നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അവർക്ക് ആവശ്യമായ സേവനങ്ങൾ ചെയ്യണം, അവർക്ക് സ്നേഹങ്ങൾ നൽകണം, അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഹദിയകൾ നൽകണം, ആദരവുകൾ നൽകണം എന്ന് മനസ്സിലാക്കാം. ഏതായിരിക്കട്ടെ, എപ്പോഴും അവര് ബഹുമാനപ്പെട്ട ഇമാമിന് ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ആലു നബിയ്യി ദരിയതി വഹുമു ഇലയ്യ വസീലത്തി ഉർജാ ബിഹിം ഉതാഗദൻ ബിയദിൽ യമീനി സഹീഫത്തി. ആലു നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം എന്റെ വസീലയാണ്, എന്റെ മധ്യവർത്തികളാണ്. എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ, സിറാത്ത് വിട്ടുകടക്കാൻ ഞാൻ മധ്യവർത്തികളായി അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്നു, അവരെ ഞാൻ മധ്യവർത്തികളായി കാണുന്നു എന്ന് പറഞ്ഞത് കാണാം. നബി തങ്ങളുടെ കുടുംബം സിറാത്ത് പാലം എനിക്ക് വിട്ടുകിടക്കാൻ അവരെ ഞാൻ മധ്യവർത്തികളാക്കുന്നു എന്ന് പറഞ്ഞത് കാണാം. അഹ്ലുബൈത്ത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. ആ കുടുംബത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നൂഹ് നബിയുടെ കപ്പൽ കയറിയവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ എന്നതുപോലെ എന്നും കാണാം. ഏതായിരിക്കട്ടെ, അതിന്റെ ഒരു അർത്ഥമാണത്. ആലുബൈത്ത് നബി തങ്ങളുടെ കുടുംബം, സന്താന പരമ്പര. നേരത്തെ ആ മനുഷ്യൻ പറഞ്ഞത് സന്താനങ്ങൾ മുറിഞ്ഞു പോകും, വാലറ്റ് പോകുമെന്നല്ലേ. വാലറ്റ് പോവുകയില്ല, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, ധാരാളം മക്കളെ അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു, ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു. നബി തങ്ങൾക്ക് നൽകിയ നന്മകളുടെ അറ്റം പറഞ്ഞാൽ തീരുകയില്ല. അത്രയും വലിയ വലിയ സ്ഥാനങ്ങളും ധാരാളം അനുയായികളെ അവിടത്തേക്ക് നാം നൽകിയിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ നിൽക്കുന്ന മുസ്ലിമീങ്ങളുടെ പരമ്പരകൾ അങ്ങേക്ക് നൽകിയിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരുടെ പരമ്പരകൾ. ലോകം മുഴുവനും ഇസ്ലാം എത്തുമെന്നും മുഹമ്മദ് നബിയുടെ പ്രശംസ, അവിടുത്തെ നന്മകൾ ലോകത്ത് മുഴുവനും വ്യാപിക്കുമെന്നും ഉള്ളതിന്റെ ഒരു പ്രവചനം കൂടിയാണ്, ഒരു അത്ഭുതം കൂടിയാണ് ഈ വിശുദ്ധമായ വചനം. ഈ വചനത്തിലെ അത്ഭുതം കൊണ്ട് ലോകം മുഴുവനും പരിശുദ്ധമായ നബി തങ്ങളുടെ സന്താനങ്ങളും അവിടുത്തെ അനുയായികളും ഇസ്ലാമും അവിടുത്തെ പ്രശസ്തിയും അവിടുത്തെ നന്മകളും ലോകത്ത് മുഴുവനും വ്യാപിക്കും എന്നതിന്റെ തെളിവ് കൂടിയാണ്, ഒരു പ്രവചനം കൂടിയാണ്. വിശുദ്ധ ഖുർആൻ അത്ഭുതമാണ് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. കാരണം ഭാവിയിൽ വരാനുള്ളത് ഇത് നശിക്കുന്ന പ്രസ്ഥാനമല്ല എന്ന് അന്ന് അള്ളാഹു പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയുന്നത് എന്താണ്? ഇവിടെ കൗസർ, ഹൗദുൽ കൗസറിന്റെ മഹത്വം പറയുന്ന ധാരാളം സംഭവങ്ങൾ കാണാം. തേനിനേക്കാളും മധുരമുള്ളതും പാലിനേക്കാളും വെളുത്തതുമായ, ആകാശഭൂമിയിലെ നക്ഷത്രങ്ങളെക്കാളും എണ്ണം കണ്ട് കോപ്പകൾ തയ്യാറാക്കപ്പെട്ട, അതിന്റെ ചുറ്റും സ്വർണത്തിനാലും വെള്ളിയാലുമുള്ള, അതിന്റെ അടിഭാഗം കസ്തൂരിയേക്കാളും വാസനയുള്ള വലിയ തടാകമാണ് ഹൗദുൽ കൗസർ എന്ന് കാണാവുന്നതാണ്. അത് കുടിച്ചാൽ പിന്നീട് ദാഹമുണ്ടാവുകയില്ല. പുത്തൻവാദികളായ ആളുകളെ അതിനെ തൊട്ട് ആട്ടപ്പെടുന്നതാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ധാരാളം വിഷയങ്ങൾ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാം. അള്ളാഹു നമുക്കതിൽ നിന്നും മുത്തുനബിയുടെ കരത്തിൽ നിന്നും കുടിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതായിരിക്കട്ടെ, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന വചനത്തിന്റെ ചുരുക്ക ആശയമാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞത്. രണ്ടാമത് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ധാരാളം അനുഗ്രഹങ്ങൾ
ധാരാളം സന്താനങ്ങൾ, അനുയായികൾ, ഹൗദുൽ കൗസർ ഒക്കെ അങ്ങേക്ക് തന്നിട്ടുണ്ട്. സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളും നന്മകളും തന്നിട്ടുണ്ട്. ധാരാളം സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഫസല്ലി റബ്ബിക വൻഹർ, അങ്ങ് ഫസല്ലി നിസ്കരിക്കണം, അങ്ങ് നിസ്കാരം നിർവഹിക്കണം. ലി റബ്ബിക, അങ്ങയുടെ റബ്ബിന് വേണ്ടി അങ്ങ് നിസ്കാരം നിർവഹിക്കണം. അങ്ങേക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തത് കൊണ്ട് റബ്ബിന് വേണ്ടി അങ്ങ് നിസ്കരിക്കണം. നമുക്കും അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തില്ലേ? അതിന്റെ ഭാഗമായി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും നിസ്കാരങ്ങൾ നിർവഹിക്കണം എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഫസല്ലി ലി റബ്ബിക, റബ്ബിന് വേണ്ടി ആയിരിക്കണം നിസ്കരിക്കുന്നത്. ആളുകളെ ബോധിപ്പിക്കാനോ ആളുകളുടെ പ്രശംസക്ക് വേണ്ടിയോ ആയിരിക്കരുത്. വൻഹർ, അറവ് നടത്തുകയും ചെയ്യണം. അറവ് നടത്തുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ അറുത്ത് വിതരണം ചെയ്ത് ധർമ്മങ്ങൾ ചെയ്യണം, മാംസ വിതരണം ചെയ്യണം എന്നുകൂടി അതിനർത്ഥമുണ്ട്. വൻഹർ, അതുപോലെ നെഞ്ഞിനോട് ചേർന്ന് നെഞ്ഞിന്റെ താഴെ കൈവെക്കണം എന്നൊരർത്ഥവും പണ്ഡിതന്മാർ വൻഹർ എന്നതിന് നൽകിയത് കാണാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സഹാബികൾ തന്നെ അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഫസല്ലി ലി റബ്ബിക, നിന്റെ റബ്ബിന്റെ പൊരുത്തത്തിനായിരിക്കണം അറിവ് നടത്തുന്നതും നിസ്കരിക്കുന്നതും. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, അങ്ങയെ ആക്ഷേപിച്ച് പറഞ്ഞ അവനുണ്ടല്ലോ, അവനാണ് വാലറ്റവൻ, അവൻ മാത്രമാണ്, അവൻ തന്നെയാണ് വാലറ്റവൻ, അവൻ വാലറ്റവൻ തന്നെയാണ്. അല്ലാഹു തആല ഈ വാചകത്തിൽ നബിയെ ആക്ഷേപിച്ചവന്റെ ഒരു വാലുപോലും ഇന്ന് ആർക്കും കണ്ടെത്താൻ സാധിക്കാത്ത നിലക്ക് അവൻ നശിച്ചു, വാലറ്റു പോയിട്ടുണ്ട്. ആ പ്രവചനം പുലർന്നിട്ടുണ്ട്. അവന്റെ ആ പ്രസ്ഥാനം, അവന്റെ ആശയം ഇല്ലാതെയായിട്ടുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവന്റെ പ്രശസ്തിയോ ഒന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്ഥാനം എന്നും നിലനിൽക്കുമെന്നും അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് നന്ദിയായിട്ട് രണ്ട് കാര്യം അവിടെ കൽപ്പിച്ചത്. ഒന്ന് നിസ്കരിക്കണം, രണ്ട് അറവ് നടത്തി ധർമ്മങ്ങൾ ചെയ്യണം. അപ്പൊ അള്ളാഹുവിനുള്ള വഴിപാട് നിസ്കാരമാണ് ഏറ്റവും വലിയ ഇബാദത്ത്, അത് നിർവഹിക്കണം. അതോടുകൂടെ ദാനധർമ്മങ്ങൾ ചെയ്യണം, അറവ് നടത്തണം, മൃഗങ്ങൾ അറുത്തുകൊണ്ട് ധർമ്മം ചെയ്യണം എന്ന ആശയവും. അപ്പോൾ സ്വാന്തന പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നും അള്ളാഹുവിന് ഏറ്റവും ശ്രേഷ്ഠമായി ഇബാദത്താവുന്ന നിസ്കാരം നിർവഹിക്കണമെന്നും ധാരാളം അനുഗ്രഹങ്ങളാണ് അള്ളാഹു നിനക്ക് നൽകിയത് എന്നും ആശയത്തിലേക്കും ഈ വചനം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പൊ രണ്ട് കാര്യം ചെയ്യണമെന്ന ആശയം: ഒന്ന്, ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ധാരാളം വർദ്ധിപ്പിക്കണം. രണ്ട്, മറ്റുള്ളവർക്ക് ഭക്ഷണ വിതരണങ്ങൾ ചെയ്യണം, അറിവ് നടത്തണം, എന്നിട്ട് മാംസ വിതരണം ചെയ്യണം എന്ന ആശയവും ഇവിടെയുണ്ട്. അക്കീഖ അറുത്തുകൊണ്ട്, അതുപോലെ ഉളുഹിയ്യത്ത് അറുത്തുകൊണ്ട്, അതുപോലെ അല്ലാത്ത സമയത്തും പല അറിവുകളും നടത്തൽ പുണ്യമാണല്ലോ, ഇത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പുണ്യമാണ്. ഇതെല്ലാം ഈ ഖുർആനിന്റെ വചനത്തിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഈ മതം എന്നും നിലനിൽക്കുമെന്ന ആശയവും ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആശയം ശരിക്കും മനസ്സിലാക്കി പാരായണം ചെയ്യാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.